ജലജയും അഭിയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും പൈസയെ മോഹിക്കുന്ന, നമ്മളെ ചതിക്കാത്ത ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. എന്നിട്ട് നിന്റെ അമ്മായിക്ക് നേരെ കൊണ്ടു നിർത്തണം. ഇതാണ് ലിവർ തന്ന പെൺകുട്ടി എന്ന് പറയണം. 50 ലക്ഷം രൂപയുടെ ചെക്കാ ആ കുട്ടിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇതുവരെ മാറിയിട്ടില്ല എന്നാ പറഞ്ഞത്. അവളുടെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയെ കണ്ടാലേ ഉറപ്പായിട്ടും അതിലേറെ ആ കുട്ടിക്ക് കൊടുക്കും. അവൾക്ക് കൊടുത്ത് ബാക്കി നമ്മുടെ കയ്യിലാക്കാം. അതേ ഇനി ഒരു മാർഗമുള്ളൂ. അല്ലാതെ നിന്നെ കൊണ്ടോ എന്നെ കൊണ്ടോ ഈ വീട്ടിൽ നിന്ന് ഒരു 5 പൈസ മേടിക്കാനുള്ള കഴിവില്ല. നയനയാണെങ്കിലോ ഇപ്പോൾ ലക്ഷങ്ങളാ ശമ്പളം വാങ്ങുന്നത്. എനിക്കും കിട്ടിക്കൊണ്ടിരുന്നല്ല അമ്മേ. എല്ലാറ്റിനും കാരണം ആ ആദർശ് തന്നെയാ. ഇതിപ്പോ അമ്മ പറഞ്ഞത് നല്ലൊരു ഐഡിയ. എന്നാല് ആദർശനോ മാമനോ അറിഞ്ഞു കഴിഞ്ഞാല് അത് വലിയ പ്രശ്നമാവില്ല അമ്മേ. അതൊന്നും അവരറിയരുത്. അതൊക്കെ ഞാൻ ദേവിയാനിയോട് പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഞാൻ നോക്കട്ടമ്മേ, പറ്റിയൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാന്നല്ല, കണ്ടുപിടിക്കണം. എന്നാലേ ഇനി നമ്മുടെ കയ്യിലെ 10 രൂപ ഉണ്ടാവൂ എന്ന് ജലജ പറയുന്നുണ്ട്. അബി അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്താ എന്നും ജലജയ്ക്ക് വാക്കുകൊടുക്കുന്നുണ്ട്. പിന്നീടായിട്ട് ഇതേ പ്ലാനോട് കൂടിയാണ് അനാമികയും അച്ഛനും അമ്മയും നിൽക്കുന്നത്. അച്ഛനെയും അമ്മയെയും കാണാനായിട്ട് അനാമിക വീണ്ടും പോകുന്നുണ്ട്. ആകെക്കൂടെ ചതച്ചിട്ടിരിക്കുമായിരിക്കില്ലേ നന്ദു. അതുകൊണ്ട് തന്നെ ക്ഷീണിച്ചായിരിക്കും വേണുവും രേവതി ഇരിക്കുന്നത്. അനാമികയെ കാണുമ്പോൾ ചെന്ന് ചോദിക്കുന്നുണ്ട്, മോളെ, നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ ഇങ്ങോട്ട് പോകുന്നത്? ഈ സാഹചര്യത്തിൽ നീ ഇവിടെ വന്നു നിന്നാലേ ശരിയാവില്ല കേട്ടോ. അതിലും നല്ലതേ നീ അവിടെ പിടിച്ചു നിൽക്കുന്നതന്നാ. അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാവുന്നതേ അച്ഛനും അമ്മയ്ക്കും കൊണ്ടുതാ. ആകെ കൂടെ പൈസയ്ക്ക് വല്ലാത്ത ടൈറ്റിലാ. നീ സഹായിച്ചാലേ ഇനി മുന്നോട്ട് പോവൂ. അച്ഛൻ എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? അവിടെ ഞാൻ എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കേ അറിയൂ. അതിൽ പുറമെയാ ഇപ്പൊ പൈസ. എൻ്റെ അടുത്തൊന്നും പൈസ ഇല്ല. മോളെ എന്താ പറയുന്നേ? അനിയോട് ചോദിക്കണം. അനിക്കിപ്പോ 3 ബ്രാഞ്ചാ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അവനോട് ചോദിച്ചു വാങ്ങിക്കാനല്ലേ മിടുക്ക് നിനക്ക് വേണം. എന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞതാ മോളെ അനിയെ കയ്യിലെടുക്കണമെന്ന്. അനിയെ നീ സ്നേഹിക്ക്. ആ നയന എന്ന് പറയുന്നവളെ കണ്ണെടുത്താ കണ്ടൂടായിരുന്നു ആദർശന് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയത്ത്. പിന്നീടിപ്പോ അവരെങ്ങനെയാ ജീവിക്കുന്നേ? അടയും ചക്കരയും പോലെയാ. ഒരാൾക്ക് ഒരാളെപ്പോഴും വക്കാലത്ത് പറഞ്ഞുകൊണ്ടാ എന്തൊക്കെ കാര്യങ്ങളാ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നേ. അവളെ വീട്ടുകാർക്കേ സ്വന്തമായിട്ട് വീട് വരെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ അനിയെ നീ മാറ്റിയെടുക്കണം. അമ്മ എന്ത് കണ്ടിട്ടാ സംസാരിക്കുന്നേ? ആദർശിനെ പോലെയല്ല അവനൊരു പെൺകൊന്തനാ മോളെ. പെൺകൊന്തൻ നമ്മൾ ആക്കുന്നതാ. നമ്മൾ പറഞ്ഞ അതുപോലെ കേൾക്കുന്ന രീതിയിൽ അവരെ നമുക്ക് മാറ്റിയെടുക്കണം. അതേ സ്നേഹം കൊണ്ടേ പറ്റൂ. എത്ര തവണയാ മോളെ ഞാൻ പറഞ്ഞു തരുന്നേ, നീ അവനെ സ്നേഹിക്ക്. നീ അങ്ങ് സ്നേഹിച്ചാല് അവൻ എന്തായാലും അതിൽ വീഴും. അതെനിക്ക് ഉറപ്പാ. അതിനാദ്യേ അവന്റെ മനസ്സിൽ ഞാൻ വേണം. അവന്റെ മനസ്സിൽ ആ നന്ദു എന്ന് പറഞ്ഞവളാ. അവളെ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് അനന്തപുരിലോട്ട് കൊണ്ടുവരണം. അതുമാത്രേ അവന്റെ മനസ്സിലുള്ളൂ. അല്ലാതെ ഞാനുമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കണമെന്നൊന്നും അവന്റെ മനസ്സിലില്ല. അങ്ങനെയുള്ള ഒരുത്തനെ ഞാൻ എങ്ങനെയാ സ്നേഹിക്കുക? അമ്മ എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്നേ? ആ ചാപ്റ്റർ അങ്ങ് വിടുന്നാ നല്ലത്. അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്ന പോലുമില്ല. ഇങ്ങനെ പോയാലേ നമ്മളെ ദാരിദ്ര്യമൊക്കെ അനന്തപുരിക്കാര് അധികം വൈകാതെ അറിയും. അതുറപ്പാ. ഇപ്പൊ തന്നെ തലയ്ക്ക് മേലാ കടം. ഏത് നിമിഷവും ആൾക്കാർ വീട്ടിലോട്ട് കയറി വരും. ഇനിയിപ്പോ മകൾ അനന്തപുരിയിലെ മരുമകളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനന്തപുരിയിലോട്ടും വരും. അന്നത്തോടെ എന്റെ പൊറുതി അവിടെ നിന്ന് അവസാനിച്ച് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ കുറച്ച് പൈസ അവിടുന്ന് തട്ടിയെടുക്കണം. അതിനെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ മോള് പറ. വഴിയുണ്ടായിരുന്നു. മോളെന്ന് വല്യമ്മയ്ക്ക് കുറച്ച് ബ്ലഡ് കൊടുത്തെങ്കിൽ ആ പേരും പറഞ്ഞ് സോപ്പിട്ട് നിന്ന് ഇടയ്ക്കിടയ്ക്ക് പൈസ തട്ടിയെടുക്കായിരുന്നു. ഇതിപ്പോ അതിനും മാർഗമില്ലല്ലോ. അന്ന് മോളോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. ആ ലിവർ തന്ന പെൺകുട്ടിക്ക് 50 ലക്ഷത്തിന്റെ ചെക്കാ ആ സ്ത്രീ എഴുതിയത്. എന്നിട്ട് അവർക്കാണെങ്കിൽ ആ പൈസയും വേണ്ട. ഇതുവരെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ലെന്നാ പറയുന്നേ. ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ടും ആ പെൺകുട്ടിക്കും വീട്ടുകാർക്കും പൈസ വേണ്ടെന്നാ പറയുന്നേ. എന്താ ആൾക്കാരാ! അങ്ങനെയുള്ളവരും ഇവിടെ ഉണ്ട് മോളെ. അതല്ലേ അവർക്ക് പൈസ വേണ്ടാന്ന് പറയുന്നേ. എന്തായാലും മോൾ അന്ന് ആ ത്യാഗം ചെയ്തിരുന്നെങ്കിൽ എന്തായാലും നമ്മളിപ്പോൾ കോടീശ്വരന്മാരായിരുന്നു. എന്നിട്ട് ശിഷ്ടകാലം ഞാനിങ്ങനെ വയ്യാതെ നടക്കാനല്ലേ? ആ സ്ത്രീയുമായിട്ട് എനിക്ക് അത്ര വലിയ ആത്മബന്ധമൊന്നുമില്ല. അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച് സ്നേഹമൊന്നും ഞാൻ തിരികെ കൊടുക്കുന്നില്ല. പിന്നെപ്പോ അവരോട് അറ്റാച്ച്മെന്റ് തോന്നാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞത്. വേണോട്ടാ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. അതേ പറ്റൂ. മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താച്ചാ, അല്ല ആ പെൺകുട്ടിയെ നമുക്കങ്ങ് കൊണ്ടു നിർത്തിയാലോ? അതിന് നമ്മളെവിടെ പോയി അന്വേഷിക്കാനാ?
ആ പെണ്ണിന്റെ ഒരു ഡീറ്റെയിൽസും ആദർശേട്ടനും വല്യച്ഛനൊന്നും തരില്ല. അതിപ്പോ വല്യമ്മോട് വരെ പറഞ്ഞിട്ടില്ല. ഹോസ്പിറ്റലിൽ വരെ പറഞ്ഞു വെച്ചിരിക്കുക ആർക്കും ഡീറ്റെയിൽസ് കൊടുക്കരുതെന്ന്. പിന്നെങ്ങനെയാ നമുക്ക് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടുക? ഞാൻ പറയുന്നതേ ആ പെൺകുട്ടിയെ കൊണ്ടു നിർത്താനല്ല, ആ കുട്ടിക്ക് പകരം നമ്മളൊരു പെൺകുട്ടിയെ ഇറക്കണം. ആ ദേവിയാനിക്ക് മുൻപിൽ കൊണ്ടു നിർത്താൻ. എന്നിട്ട് പറയണം ലിവർ തന്നത് ഈ പെൺകുട്ടിയാണെന്ന്. നമ്മളെ അത്രയും ചതിക്കില്ല എന്ന ഉറപ്പുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം. അങ്ങനെ ഒരു കുട്ടിയെ നമുക്ക് എത്രയും വേഗം കണ്ടെത്തണം. അച്ഛാ, അതൊക്കെ വലിയ റിസ്ക്കാ. ആദർശേട്ടനും വല്യച്ഛനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ. അതുകൊണ്ട് അതൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. മോളെ, ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അതിപ്പോ അവരെ അറിയാതിരുന്നാ പോരെ. ഇത്രയൊക്കെ ഭർത്താവിനോടും മോനോടും ചോദിച്ചിട്ട് ആ പെൺകുട്ടിയുടെ ഒരു വിവരം പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ സ്ഥിതിക്ക് നമ്മൾ കണ്ടെത്തി കാണിച്ചു കൊടുത്താൽ അത് ഉറപ്പായിട്ടും ദേവയാനി ചേച്ചി അവരോട് പറയില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗുണവുമുണ്ട്. കുറച്ച് പൈസയും സ്വർണ്ണാഭരണങ്ങളൊക്കെ കിട്ടും, അത് ഉറപ്പാ. അവൾക്ക് എന്തെങ്കിലും കൊടുത്തൊഴിവാക്കി ബാക്കി പണം നമ്മുടെ കയ്യിൽ വെക്കാം. മോളെ, ഇതൊരു നല്ല ഐഡിയ. അതിന് നമ്മളിപ്പോൾ എവിടെ പോയിട്ടാ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുക? അതൊക്കെ അച്ഛൻ റെഡിയാക്കിക്കോളാം. മോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് ദേവിയാനിയോട് പോയി സംസാരിക്കണം ആ പെൺകുട്ടിയെക്കുറിച്ച്. എത്രയും വേഗം വല്യമ്മ കാണാൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ മുന്നിൽ കൊണ്ട് നിർത്തുമെന്ന് വല്യമ്മയുടെ അടുത്ത് നീ പറയണം. എന്തായാലും നീ അത് ചെയ്തു എന്നറിഞ്ഞാൽ നിന്നോട് കൂടുതൽ ഇഷ്ടവും തോന്നും, നമുക്ക് കുറച്ച് ഗുണവുമുണ്ട്. എന്തായാലും മോള് പോ, എന്നിട്ട് അച്ഛൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യ്. അങ്ങനെ അനാമികയെ പറഞ്ഞു വിടുന്നുണ്ട്. വീട്ടിലെത്തുന്ന അനാമിക ദേവിയാനിയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. ദേവിയാനി നായനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുമായിരിക്കും. അങ്ങോട്ട് ചെന്ന് അനാമിക പറയുന്നുണ്ട്, വല്യമ്മ ആരെക്കുറിച്ച് ആലോചിക്കായിരുന്നു? ലിവർ തന്ന പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നോ? ആ അതെ, ആ കുട്ടിയെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ ആരും എനിക്ക് ആ കുട്ടിയെ കാണിച്ചു തരുന്നില്ല. വല്യമ്മ ഇനി സങ്കടപ്പെടണ്ട. ആ കുട്ടിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എത്രയും വേഗം ആ കുട്ടിയെ വല്യമ്മയുടെ മുൻപിൽ ഞാൻ കൊണ്ടു നിർത്തും. വേണ്ട മോളെ, ആ കുട്ടിക്ക് ആഗ്രഹമില്ലെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നേ? അതുകൊണ്ട് ഞാനത് വിട്ടു. എന്നാലും അങ്ങനെയല്ലല്ലോ വല്യമ്മേ. വല്യമ്മയ്ക്ക് ആ കുട്ടിയെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞതല്ലേ, അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനാമിക അങ്ങ് പോകുന്നുണ്ട്. എന്നാ ദേവിയാനി ചിന്തിക്കുന്നുണ്ട്, ഇവളിനെ അന്വേഷിച്ച് നയനെയാണ് ലിവർ തന്നേന്ന് കണ്ടെത്തുവോ? എൻ്റെ നയന മോള് എനിക്ക് ലിവർ തന്നേന്ന് എനിക്ക് മനസ്സിലായ കാര്യ. ഇനിയിപ്പോ അവളായിട്ട് അന്വേഷിക്കട്ടെ എന്നൊക്കെ ദേവിയാനി ഇങ്ങനെ ചിന്തിക്കുക. പിന്നീടായിട്ട് കാണിക്കുന്നത് വേണു വിളിച്ച് കാര്യം പറയുന്നുണ്ട് അനാമികയുടെ അടുത്ത്. മോളെ, ആ കുട്ടി റെഡി ആയിട്ടുണ്ട്. എത്രയും വേഗം നീ നിന്റെ വല്യമ്മയെ കൂട്ടി വീട്ടിലോട്ട് വാ. ഇവിടെ വെച്ച് തന്നെ ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കാം. അച്ഛാ, ഞാനെന്തായാലും വല്യമ്മയോട് കാര്യം പറയാം എന്ന് പറഞ്ഞ് അനാമിക കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേവിയാനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. വല്യമ്മയുടെ ആഗ്രഹം പോലെ ആ പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി. വല്യമ്മ എന്തായാലും വേഗം റെഡിയാവുക. വീട്ടിലോട്ട് ആ പെൺകുട്ടി വന്നിട്ടുണ്ട്, വല്യമ്മയെ കൊണ്ട് കാണിച്ചു തരാം. ഇത് കേട്ട് ദേവിയാനി ഒന്ന് ഞെട്ടുന്നുണ്ട്. നീ സത്യം തന്നെയാണോ പറയുന്നേ? അതേ വല്യമ്മേ, ഞാനെന്തിനാ കള്ളം പറയുന്നേ? വല്യമ്മ വേഗം റെഡിയാവുക, നമുക്കിപ്പം തന്നെ ഇറങ്ങണം എന്ന് പറയുന്നു. എന്തായാലും പോയി നോക്കാം എന്നും കരുതി ദേവിയാനി ഡ്രസ്സെല്ലാം മാറ്റി ഇറങ്ങാൻ നിൽക്കുവാണ്. ഇറങ്ങാൻ നേരത്ത് മുത്തശ്ശൻ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നേ? അത് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവാം. ദേവിയാനി, നീ ഒരുപാട് യാത്രയൊന്നും ചെയ്യുന്നത് നിന്റെ ശരീരത്തിന് നല്ലതല്ല. എൻ്റെ അച്ഛ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാനെന്തായാലും അത്ര ദൂരമൊന്നും പോകുന്നില്ല, കുറച്ച് ദൂരേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് ദേവിയാനി അനാമികയെ ഇറങ്ങുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് ഒരു പെൺകുട്ടിയെ കാണിച്ച് പറയുന്നുണ്ട്, ഇതാണ് വല്യമ്മയ്ക്ക് ലിവർ തന്ന പെൺകുട്ടിയെന്ന്. ഇത് കണ്ട് ആകെ കൂടെ ഞെട്ടലിലായിരിക്കും ദേവിയാനി നിൽക്കുന്നത്. എന്ത്, ഈ പെൺകുട്ടിയാണ് എനിക്ക് ലിവർ തന്നെയെന്നോ? ആര് പറഞ്ഞു നിന്റെ അടുത്ത് ഈ പച്ചക്കള്ളം? നീ എത്ര വരെ പോകുമെന്ന് നോക്കാൻ തന്നെയാ നിന്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ കുട്ടിയൊന്നുമല്ല എനിക്ക് ലിവർ തന്നത്. ലിവർ തന്ന പെൺകുട്ടിയെ ഞാൻ എന്നേ കണ്ടു കഴിഞ്ഞു. ഇതിപ്പോ നീയും നിന്റെ അച്ഛനമ്മയും ചേർന്ന് എന്നെ പറ്റിക്കാനാണോ? അയ്യോ വല്യമ്മേ, ഞാനെന്തിനാ വല്യമ്മയെ പറ്റിക്കുന്നേ? ഇത് തന്നെയാ പെൺകുട്ടി. അല്ലാന്ന് പറഞ്ഞില്ലേ? എനിക്ക് ലിവർ തന്ന പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞാലേ നിങ്ങളൊക്കെ ഞെട്ടും. എൻ്റെ ജീവൻ രക്ഷിച്ചതേ എൻ്റെ മരുമകള് തന്നെയാ, അല്ലാതെ ഇവളൊന്നുമല്ല. ഇത് കേട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്, ആര് പറഞ്ഞു? ദേവിയാനി ചേച്ചിക്ക് ലിവർ തന്നതേ ഞാൻ തന്നെയാ. അതിന് തെളിവ് എൻ്റെ കയ്യിലുണ്ട്. വേണു ചേർന്ന് കള്ള തെളിവുകളെല്ലാം ആ പെൺകുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കാണും. ദേഷ്യപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇത് വാങ്ങിക്ക്. ഞാനാ നിങ്ങൾക്ക് ലിവർ തന്നേന്നേ, ഇതിൽ തെളിവുണ്ട്. എനിക്കൊരു തെളിവും കാണണ്ട. എനിക്കറിയാം ആരെ എനിക്ക് ലിവർ തന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചെന്ന്. ഇനി നീയായിട്ട് എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. നീയല്ല, ഇനി ആരൊക്കെ വന്ന് പറഞ്ഞാലും ഞാനതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല.